നമുക്ക് ചുറ്റിലും കുറെ അമാനുഷികമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലുള്ള പല അമാനുഷികമായ കാര്യങ്ങളെപ്പറ്റി റിസർച്ച് ചെയ്യുവാനും അതിന്റെ പുറകിലെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും വേണ്ടി ശ്രമിക്കുന്ന ധാരാളം പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ട്. അവർ മോഡേൺ ടെക്നോളജിയുടെയും അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സിന്റെയും സഹായത്തോടെ പല ഹോണ്ടഡ് പ്ലേസുകളിലും പോയി റിസർച്ച് ചെയ്യാറുമുണ്ട്. അതുപോലെ ഇന്ത്യയിലും ഫേമസ് ആയ ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടായിരുന്നു, ഗൗരവ് തിവാരി. 2009 മുതൽ ഇന്ത്യയിൽ ഒരു ടീം ഫോം ചെയ്ത് പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ഒടുവിൽ 2016 ജൂലൈ 6 ഡൽഹിയിലെ ഒരു വീട്ടിൽ അമാനുഷികമായ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ആ വീട്ടിലെ താമസക്കാർ ഗൗരവ് തിവാരിയെ വിളിച്ചു പറഞ്ഞതിന് പ്രകാരം അവരെ സഹായിക്കാനായി അദ്ദേഹം ആ വീട്ടിലെത്തി പരിശോധന നടത്തി. അതായിരുന്നു ഗൗരവ് തിവാരിയുടെ കരിയറിലെ അവസാനത്തെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ. തൊട്ടടുത്ത ദിവസം അദ്ദേഹം ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ഗൗരവ് തിവാരിയുടെ ദുരൂഹ മരണത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക്. ജൂലൈ 7 പാട്നയിലാണ് ഗൗരവ് തിവാരി ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ വളരെ ബ്രില്യൻ്റായ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു അദ്ദേഹം. വളർന്നു വലുതായപ്പോൾ സിനിമയിൽ അഭിനയിക്കണമെന്ന് അദ്ദേഹത്തിന് ഒരു താല്പര്യം വന്നു. ഇതോടെ 18-ാം വയസ്സിൽ ചെറിയ ചില ടെലിവിഷൻ ആഡുകളിലും അതിനുശേഷം ചില സിനിമകളിൽ ചെറിയ ചാൻസുകളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഈ സമയത്താണ് അദ്ദേഹത്തിന് പൈലറ്റ് ആവണമെന്ന ഒരാഗ്രഹം തോന്നിയത്. ഇതോടെ ഏവിയേഷൻ കോഴ്സ് പഠിക്കുന്നതിനായി ഗൗരവ് തിവാരി 21-ാം വയസ്സിൽ അമേരിക്കയിലേക്ക് പോയി. പഠന സമയത്തെല്ലാം അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് ഫ്ലോറിഡയിൽ ഒരു അപ്പാർട്ട്മെന്റ് റെന്റിനെടുത്തായിരുന്നു താമസിച്ചിരുന്നത്. ഇവിടെ വെച്ചാണ് ഗൗരവ് തിവാരിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത്. അവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ കുറച്ചു കാലങ്ങളായി അമാനുഷികമായ പല സംഭവങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ഇതറിയാതെയാണ് അവരവിടെ താമസിക്കാനെത്തിയത്. ആ അപ്പാർട്ട്മെന്റിലെ ലൈറ്റുകൾ ചിലപ്പോഴൊക്കെ താനെ ഓണാവുകയും ഓഫാവുകയും ചെയ്യും. ഷെൽഫിൽ വെച്ചിരിക്കുന്ന പല സാധനങ്ങളും താനെ നിലത്ത് വീഴും. രാത്രികാലങ്ങളിലെല്ലാം ആരോ പിറുപിറുക്കുന്ന ശബ്ദവും വാതിലുകളും ജനാലകളും വലിയ ശബ്ദത്തോടെ അടയുവാനും തുടങ്ങി. ഒരു ഘട്ടത്തിൽ ആ അപ്പാർട്ട്മെന്റിനകത്ത് രാത്രികാലങ്ങളിൽ ഒരു വിചിത്ര രൂപത്തെ ഗൗരവ് തിവാരിയുടെ ഫ്രണ്ട്സ് കാണാൻ തുടങ്ങി. ഇങ്ങനെ തുടർച്ചയായി സംഭവിക്കാൻ തുടങ്ങിയതോടെ പേടി കാരണം ഗൗരവ് തിവാരിയുടെ പല ഫ്രണ്ട്സും ആ അപ്പാർട്ട്മെന്റിൽ നിന്നും മാറി താമസിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഗൗരവ് തിവാരി ഈ കാര്യങ്ങൾ കണ്ട് പേടിക്കുന്നതിന് പകരം ഇത്തരം അമാനുഷിക കാര്യങ്ങൾ നടക്കുന്നതിന്റെ പുറകിലുള്ള സയന്റിഫിക് റീസൺസ് എന്താണെന്നറിയാൻ താല്പര്യം വരുന്നു. അങ്ങനെയാണ് ഗൗരവ് തിവാരി പാരാനോർമൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും സൂപ്പർ നാച്ചുറൽ ഫോഴ്സിനെ പറ്റിയുമെല്ലാം കൂടുതൽ പഠിക്കാൻ തീരുമാനിച്ചത്. വർഷങ്ങൾക്ക് ശേഷം യൂറോ അക്കാദമിയിൽ നിന്നും ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ ഗൗരവ് തിവാരി അമേരിക്കയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായി ലോകമറിയാൻ തുടങ്ങി. അങ്ങനെ 2009 ഗൗരവ് തിവാരി ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിലെത്തിയതിനു ശേഷം അദ്ദേഹം മുൻകൈയെടുത്താണ് ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റി രൂപീകരിച്ചത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യയിൽ പാരാനോർമൽ ആക്ടിവിറ്റീസിനാൽ ബാധിക്കപ്പെട്ട ഒരുപാട് കുടുംബങ്ങളെ അദ്ദേഹത്തിന് സഹായിക്കാൻ സാധിച്ചു. ഇതോടെയാണ് ഗൗരവ് തിവാരി ഒരു ടീം ഫോം ചെയ്ത് പല റിസർച്ചുകളും നടത്താൻ തുടങ്ങിയത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന നിലയിൽ ഗൗരവ് തിവാരി ഇന്ത്യയിൽ അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ സഹായം അഭ്യർത്ഥിച്ച് നിരവധി ഫോൺ കോളുകളും മെയിലുകളും വരാൻ തുടങ്ങി. ഇതോടെയാണ് ഇന്ത്യയിലുള്ള ധാരാളം കുടുംബങ്ങൾ പാരാനോർമൽ ആക്ടിവിറ്റീസിനാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഗൗരവ് തിവാരിക്കും അദ്ദേഹത്തിന്റെ ടീമിനും മനസ്സിലായത്. പല ഹോണ്ടഡ് പ്ലേസുകളിലും നേരിട്ട് ചെന്ന് പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഗൗരവ് തിവാരിയെക്കുറിച്ച് പത്രമാധ്യമങ്ങളിൽ വലിയ വാർത്തകൾ വരാൻ തുടങ്ങി. ഇതോടെ പല TV ചാനലുകളും റിയാലിറ്റി ബേസ്ഡ് ഹോണ്ടഡ് പ്രോഗ്രാമുകൾ ചെയ്യാൻ ഗൗരവ് തിവാരിയെ ക്ഷണിച്ചു. തുടർന്ന് MTVയിൽ ഫിയർ ഫെയിൽസ് എന്ന പേരിലും സണ്ണി ലിയോണിന്റെ കൂടെ ഹോണ്ടഡ് വീക്കെൻഡ്സ്, ഗേൾസ് നൈറ്റ് ഔട്ട് തുടങ്ങിയ പ്രോഗ്രാമുകളും അവതരിപ്പിക്കാൻ തുടങ്ങി. 2014 ഇന്റർനാഷണൽ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന പദവിയും ഗൗരവ് തിവാരിയെ തേടിയെത്തി. അമേരിക്ക, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ വേൾഡ് ഫേമസ് ആയ പല പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ കൂടെയും വിദേശത്ത് സർവീസ് ചെയ്യാനും ഗൗരവ് തിവാരിക്ക് അവസരം ലഭിച്ചു. പുതിയ ടീമിന്റെ കൂടെ പല ഹോണ്ടഡ് പ്ലേസുകളിലും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുമ്പോഴും ടീം മെമ്പേഴ്സ് കയറി ചെല്ലാൻ മടിച്ചിരുന്ന പല സ്ഥലങ്ങളിലും ഗൗരവ് തിവാരിക്ക് തനിച്ചു പോവാൻ ഒരു പേടിയും ഉണ്ടായിരുന്നില്ല.
ഒരിക്കൽ ഓസ്ട്രേലിയയിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഹോണ്ടഡ് മെന്റൽ ഹോസ്പിറ്റലിൽ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷന് പോയ സമയത്ത് ആ ബിൽഡിങ്ങിനകത്ത് ഒരു 10 മിനിറ്റ് നേരം പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തിറങ്ങിയപ്പോൾ ഗൗരവ് തിവാരി തനിച്ച് തന്റെ ക്യാമറയും എടുത്ത് ആ ബിൽഡിങ്ങിനകത്തേക്ക് പോയി കുറെ ഫോട്ടോകളും വീഡിയോകളും എടുത്ത് 1 മണിക്കൂറോളം അവിടെ ചിലവഴിച്ചതിനു ശേഷമാണ് പുറത്തിറങ്ങിയത്. ആ ബിൽഡിങ്ങിനകത്ത് വെച്ചെടുത്ത പല ഫോട്ടോകളിലും ഗോസ്റ്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന പല രൂപങ്ങളും പതിഞ്ഞിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം ഗൗരവ് തിവാരി വീണ്ടും ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങനെയാണ് 2016 ജൂലൈ 6 ഡൽഹിയിലെ ഒരു ഫാമിലി ഗൗരവ് തിവാരിയെ ബന്ധപ്പെടുന്നത്. അവരുടെ വീട്ടിൽ എന്തോ ദുഷ്ടശക്തി ഉണ്ട് എന്നും അതിന്റെ ശല്യം കാരണം ആ കുടുംബത്തിന് ആ വീട് വിട്ടു പോവേണ്ട അവസ്ഥയാണെന്നും ഗൗരവ് തിവാരി അറിയുന്നു. അന്ന് രാത്രി തന്നെ അദ്ദേഹത്തിന്റെ ടീമിനെയും കൂട്ടി ഡൽഹിയിലെ ആ വീട്ടിൽ പോയി പരിശോധന നടത്തി. അന്ന് രാത്രി 2 മണി കഴിഞ്ഞാണ് ഗൗരവ് തിവാരി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. തൊട്ടടുത്ത ദിവസം 2016 ജൂലൈ 7 രാവിലെ 11 മണിക്ക് ഗൗരവ് തിവാരി കുളിക്കാനായി ബാത്റൂമിനകത്ത് കയറിയതാണ്. കുറെ നേരം കഴിഞ്ഞിട്ടും അദ്ദേഹം ബാത്റൂമിൽ നിന്നും പുറത്തു വരാതായപ്പോൾ സംശയം തോന്നിയ ഗൗരവ് തിവാരിയുടെ ഭാര്യ ബാത്റൂം ഡോറിനടുത്ത് പോയി ഡോറിൽ മുട്ടി വിളിച്ച സമയത്ത് അകത്തു നിന്നും ഗൗരവ് തിവാരി ശ്വാസം കിട്ടാതെ നിലവിളിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിനകം ആ ശബ്ദം നിലയ്ക്കുകയും ചെയ്തു. ഭാര്യയുടെ നിലവിളി കേട്ട് ഓടി വന്ന ഗൗരവ് തിവാരിയുടെ അച്ഛൻ ബാത്റൂം ഡോർ ചവിട്ടി തുറന്ന് നോക്കിയപ്പോൾ ഗൗരവ് തിവാരി തറയിൽ വീണു കിടക്കുകയാണ്. ശരീരം മുഴുവൻ വിയർത്തിരിക്കുന്നു. ശ്വാസമെടുക്കാനോ ഒന്ന് ശബ്ദമുണ്ടാക്കാനോ സാധിക്കാതെ അദ്ദേഹം നിലത്ത് കിടന്ന് പിടയുകയാണ്. ഉടനെ തന്നെ വീട്ടുകാരെല്ലാവരും ചേർന്ന് ഗൗരവ് തിവാരിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ഗൗരവ് തിവാരിയെ പരിശോധിച്ച ഡോക്ടേഴ്സ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസതടസ്സമാണ് മരണകാരണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം എങ്ങനെ ശ്വാസതടസ്സമുണ്ടായി? ഗൗരവ് തിവാരിയുടെ മരണം അന്വേഷിച്ച പോലീസുകാർക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. തുടക്കത്തിൽ ഇതൊരു ആത്മഹത്യയായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പോലീസ് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചത്. ഗൗരവ് തിവാരി മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞിട്ട് വെറും 5 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിനും ഭാര്യയ്ക്കുമിടയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ള ഒരു ന്യൂസ് പോലീസുകാർക്ക് ലഭിച്ചിരുന്നു. ഗൗരവ് തിവാരിയുടെ ജോലി ഭാര്യയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. രാത്രികാലങ്ങളിൽ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന പേരിൽ അപകടം നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോകരുത് എന്ന് ഭാര്യ അദ്ദേഹത്തോട് നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. അതിനെ ചൊല്ലി അവർ തമ്മിൽ നിരന്തരം വഴക്കിടാറുമുണ്ട്. 2016 ജൂലൈ 7 ഡൽഹിയിലെ വീട്ടിൽ നിന്നും പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഗൗരവ് തിവാരി അദ്ദേഹത്തിന്റെ വീട്ടിൽ തിരിച്ചെത്തിയത് രാത്രി 2 മണിക്കാണ്. അന്ന് വീട്ടിലെത്തിയതിനു ശേഷം ഇതിനെപ്പറ്റി സംസാരിച്ച് ഭാര്യയുമായി വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു. രാവിലെ 10 മണിക്ക് ഉറങ്ങിയെഴുന്നേറ്റ ഗൗരവ് തിവാരി അദ്ദേഹത്തിന് വന്ന ഇമെയിലുകളും മെസ്സേജുകളുമെല്ലാം പരിശോധിച്ചതിനു ശേഷം 11 മണിയോടെയാണ് കുളിക്കാനായി ബാത്റൂമിനകത്ത് കയറിയത്. ഭാര്യയും അദ്ദേഹത്തിന്റെ അച്ഛനും ഇതേ കാര്യങ്ങളാണ് പോലീസുകാരോടും പറഞ്ഞത്. ഒരുപക്ഷെ ഗൗരവ് തിവാരി ഫാമിലിയിലെ പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്തതാണെങ്കിലോ എന്നായിരുന്നു പോലീസ് ചിന്തിച്ചത്. പക്ഷേ ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ച യാതൊരു സാധനങ്ങളും ബാത്റൂമിനകത്തു നിന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഗൗരവ് തിവാരിയെ അടുത്തറിയാവുന്നവർ എല്ലാവരും പറയുന്നത് അദ്ദേഹം സ്ട്രോങ് ആയ ഒരു മനസ്സിന്റെ ഉടമയാണെന്നാണ്. ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ഗൗരവ് തിവാരി ചിന്തിക്കില്ല എന്ന് അദ്ദേഹത്തിന്റെ ടീം മെമ്പേഴ്സും പറയുന്നു. ആത്മഹത്യയാണ് നടന്നത് എന്ന് ഡോക്ടേഴ്സിനും ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞില്ല. അന്ന് ഗൗരവ് തിവാരിക്ക് വന്ന എല്ലാ മെസ്സേജുകളും ഇമെയിലുകളും പോലീസ് പരിശോധിച്ചു. അതിൽ നിന്നൊന്നും കാര്യമായ ഒരു ലീഡും ലഭിച്ചില്ല. ബാത്റൂം ഡോർ അകത്തു നിന്നും അടച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കൊലപാതകം നടന്നിരിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും അച്ഛനും പറഞ്ഞത്. പക്ഷേ പോലീസ് ആ വീട്ടിലെത്തുമ്പോഴേക്കും ഗൗരവ് തിവാരിയുടെ അച്ഛൻ ബാത്റൂം ഡോർ തകർത്ത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു. പോലീസ് ഗൗരവ് തിവാരിയുടെ പ്രൊഫഷനെ കുറിച്ച് വിശദമായ ഒരു പഠനം നടത്തിയപ്പോഴാണ് അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 1000-ലധികം ഹോണ്ടഡ് പ്ലേസുകളിൽ പോയി പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായത്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് ആയിട്ടുണ്ട് എന്ന് ഡോക്ടേഴ്സ് കണ്ടെത്തിയിരുന്നു. ആ ബ്ലാക്ക് മാർക്കിന്റെ കാരണം ഏതോ ഈവിൾ ഫോഴ്സ് ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ ടീമിലെ അംഗങ്ങൾ പറയുന്നത്. പോലീസ് അവർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസത്തിലെടുത്തില്ലെങ്കിലും ഇതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്യാൻ അവരോട് ആവശ്യപ്പെട്ടു. ഗൗരവ് തിവാരിയുടെ ടീം മെമ്പേഴ്സ് ലോകത്തിലെ പ്രശസ്തരായ പല പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനോടും അഭിപ്രായം ചോദിക്കുന്നു. അതിൽ ചിലർ ആ ബ്ലാക്ക് മാർക്കിന് പുറകിൽ ഈവിൾ ഫോഴ്സ് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഗൗരവ് തിവാരി അദ്ദേഹത്തിന്റെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചൊന്നും വീട്ടിൽ അധികം സംസാരിക്കാറില്ലെങ്കിലും മരിക്കുന്നതിന് കുറച്ചു ദിവസം മുൻപ് അദ്ദേഹത്തിന്റെ അച്ഛനോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു.
കുറച്ചു ദിവസമായി തന്നെ ആരോ ഫോളോ ചെയ്യുകയാണെന്നും അത് തന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്നും കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു കറുത്ത രൂപത്തെ തന്റെ റൂമിനകത്ത് ഇടയ്ക്കിടെ കാണാറുണ്ട് എന്നുമാണ് അദ്ദേഹം അച്ഛനോട് പറഞ്ഞത്. തന്റെ റിസർച്ചിനിടെ അറിയാതെ ഏതെങ്കിലും ആത്മാക്കളെ ബുദ്ധിമുട്ടിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടാവാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ തന്റെ മകന്റെ മരണത്തിനു പിന്നിലും ദുഷ്ടശക്തിയാണെന്ന് ഗൗരവ് തിവാരിയുടെ അച്ഛനുൾപ്പെടെ വിശ്വസിക്കുന്നു. എത്ര തന്നെ അന്വേഷണം നടത്തിയിട്ടും പോലീസിന് ഗൗരവ് തിവാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതലായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഗൗരവ് തിവാരിയുടേത് ഒരു ആത്മഹത്യ തന്നെയാണ് എന്ന് പറഞ്ഞാണ് പോലീസ് ഈ കേസ് അവസാനിപ്പിച്ചതെങ്കിലും യഥാർത്ഥ കാരണം ഇന്നും അജ്ഞാതമായി തന്നെ തുടരുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. വ്യത്യസ്തമായ പുതിയൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ.